എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ 2 മാസക്കാലമായി നമ്മളെല്ലാവരും കാത്തിരുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആയുസ് തരണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തിരുന്ന ആ പരിശുദ്ധമായ റമളാൻ എങ്ങനെ നോമ്പ് പിടിക്കണം? ഈമാനം വഹ്തിസാബ. താത്ത ഇങ്ങനെ ഇരിക്കും, ഇറങ്ങിപ്പോയി തുപ്പലോടെ തുപ്പല. എന്തേ? നോമ്പുകാരിയ. നാട്ടുകാർ കാണുന്നതിന് വേണ്ടി നോമ്പ് പിടിക്കലല്ല. നമ്മളൊക്കെ പട്ടിണി ഇരിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നോമ്പെന്ന് പറഞ്ഞ 5 മണി മുതൽ 6:30 വരെ പട്ടിണി ഇരിക്കണം. ഇതിനാ നോമ്പെന്ന് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നോമ്പെന്ന് പറഞ്ഞാൽ അതല്ല. പട്ടിണി ഇരിക്കലും മാത്രമല്ല, ഒരു നോമ്പുകാരൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. നോമ്പുകാരൻ്റെ ശരീരം മുഴുവനും നോമ്പായിരിക്കണം, മനസ്സും ശരീരവും നോമ്പായിരിക്കണം. നോമ്പുകാരൻ്റെ കണ്ണിനും നോമ്പായിരിക്കണം, നാവിനും നോമ്പായിരിക്കണം, ചെവിക്കും നോമ്പായിരിക്കണം, കൈക്കും നോമ്പായിരിക്കണം, കാലിനും നോമ്പായിരിക്കണം, ഹൃദയത്തിനും നോമ്പായിരിക്കണം. അപ്പോഴാ നോമ്പാവുന്നേ. അല്ലാതെ രാവിലെ നോമ്പും പിടിച്ചിരുന്നിട്ട് പടച്ചോനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് വയലങ്ങ് തുടങ്ങാം. അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്. അയൽവാസിയെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം പിന്നെ ഫോണാ എടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ആമിനെ അറിഞ്ഞോടി, ആയിഷ മറ്റേതാണ്, ഫോൺ വിളിയാണ്, മറ്റേതാണ്, മറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തു നോമ്പ്! ഇപ്പം സമയമില്ല, നല്ല ചൂട്. ഇത്തിരി നേരം TV യുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ബർക്കത്തായിട്ട് ഇത്തിരി സീരിയലും സിനിമയും വല്ല പാട്ട് സമയം പോണ്ടേ. വളരെ പ്രിയപ്പെട്ടവരെ, കണ്ണിനും നോമ്പില്ല, ചെവിക്കും നോമ്പില്ല, നാവിനും നോമ്പില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണം ഞാൻ നോമ്പുകാരനാണ്. രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് പറഞ്ഞതാ. ആരെങ്കിലും വന്ന് നിന്റെ അടുക്കൽ എന്തെങ്കിലും പറഞ്ഞാൽ നീ പറയണം ഞാൻ നോമ്പുകാരനാ. കാരണം നോമ്പുകാരൻ ഇതൊന്നും പറയാൻ പാടില്ല എന്നതിനർത്ഥം. അല്ലാതെ വായിക്കും ചെവിക്കും കണ്ണിനും നോമ്പില്ല, വയറിന് മാത്രം നോമ്പ് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് വെറും പട്ടിണി, അത്രയേ ഉള്ളൂ. വെറുതെ പട്ടിണി ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹ് അത് നിന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ അങ്ങനെ ആവരുത്. നോമ്പ് പിടിച്ചിട്ട് നരകത്തിൽ പോകരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ ഇരിക്കും, പടച്ചോന ഇന്ന് ആരെക്കുറിച്ചും ഒന്നും പറയില്ല ഉസ്താദ്. ഒരാളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും പറയൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളുടെ ഇറച്ചി തിന്നാതെ ഇങ്ങനെ നടക്കും. അവസാനം നോമ്പ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയും, നമ്മുടെ പായിപ്പാട് പള്ളിയിൽ ഇപ്പം നോമ്പ് തുറയുണ്ട്, എല്ലാവരും അതിനകത്ത് കയറിയിരിക്കും. എടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് ആ 5:45, 6:20, 6:25, 6:30 ആ സമയത്ത് ഇങ്ങനെ വരും പള്ളി. ഇവിടെ വന്നിട്ട് അതിനകത്തോട്ട് കയറി അങ്ങോട്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാ നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴവും ഒരു വടയും ഒരു ചായയും. അപ്പൊ പറയാ, കമ്മിറ്റിക്കാരന്മാരൊക്കെ മുക്കല് ഒരൊറ്റ പറച്ചല കഴിഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ചായയും കടിയും കൊണ്ട് വെക്കുമ്പോൾ പറയാ, കോടികളുടെ പള്ളി വെക്കുന്ന ചായ കൊടുക്കുമ്പോൾ നോമ്പ് കൊടുക്കണം, ഒരു കഞ്ഞി കൊടുക്കാൻ വയ്യവനൊക്കെ. എന്നൊക്കെ എന്തോ കമ്മിറ്റിക്കാരുടെ ആർക്ക് പ്രതിഫലം കിട്ടി? പോയി ലേ അമിനത്ത. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം എന്തല്ലേ, ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കളയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നാ പണ്ടങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 2 സമയത്തെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കണമെന്നില്ല എന്നുള്ള പരാതിയല്ലേ? എല്ലാവരും പറയുന്നു, ഉസ്താദ് എൻ്റെ കടം മാറുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവുന്നില്ല. പരാതി. എന്തേ പരാതി? ഇതിൻ്റെ ദുആ സ്വീകരിക്കാനുള്ള 2 സമയം ഞാൻ പറയാം. ആരല്ലാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്ത് വേണം? വീട് വേണോ? നിനക്ക് മക്കളെ വേണോ? നിന്റെ വേദന മാറണോ? നിന്റെ രോഗം മാറണോ? നിനക്ക് കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭർത്താവ് നന്നാകണോ? നിന്റെ മക്കൾ നന്നാകണോ? നിനക്ക് പണം വേണോ? സ്വർഗം വേണോ? നല്ല മരണം വേണോ? എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിക്ക്, അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ സമയം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആ നോമ്പ് തുറക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പുള്ള സമയം. പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കും 6:36. ആ 6:36 തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ഒന്ന് 6:30 മുതൽ 6:36 വരെയുള്ള 6 മിനിറ്റ്.
ആ 6 മിനിറ്റ് നീ എന്ത് ചെയ്യും? നീ ചായ വെക്കും അടുക്കളയിൽ. കെട്ടിയവന് കുഴച്ചു കൊടുക്കണ്ടേ? നീ അപ്പം രാവിലെ മുതൽ 5 മണി മുതൽ 6:30 വരെ നിനക്ക് സമയം ഉണ്ടായിട്ട് വെക്കണ്ട. ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 5 മിനിറ്റ് നീ അടുക്കളയിൽ നിന്ന് കഴുകുക. നിനക്ക് എന്ത് നോമ്പാമിന? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോഴും കെട്ടിയവൻ ഉണ്ടായിക്കൊണ്ട് നിൽക്കുക, അപ്പോഴും മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം ഉണ്ടാക്കുക, നീ അപ്പോഴും ഉണ്ടാക്കുക. നിനക്ക് എന്ത് പ്രയോജനം നിനക്കുള്ളത്? എന്നാൽ നിന്റെ ഉമ്മ ചിന്തിക്ക്. നിന്റെയൊക്കെ വീട്ടിൽ പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ 6 മണിക്ക് മുമ്പ് എല്ലാം തീർന്നിരിക്കണം. ഒരു 6:15 ആകുമ്പോഴത്തേക്ക് അത്ത വന്നിരിക്കും. എല്ലാത്തിനും വിളിച്ചിട്ട് ഇരുന്നിട്ട് പടച്ചവനെ ദിക്റും ദുആയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് അത്ത ദുആ ചെയ്യും. നീ പുറകെ ഇരുന്ന് ആമീൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. അന്ന് പ്രയാസവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല, ടെൻഷനുമില്ല, ജീവിതം സന്തോഷമായിരുന്നു. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോഴോ നീ അടുക്കളയിൽ, മോള് വേറെ എവിടെങ്കിലും, ഭർത്താവ് വേറെ എവിടെങ്കിലും ഇങ്ങനെ നടക്കും. എന്നിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു കൂവല, ബാങ്ക് വിളിച്ച് നോമ്പ് തുറന്നോ, ബാങ്ക് വിളിച്ച് നോമ്പ് തുറന്നോ. എന്തൊരു തുറപ്പ്! അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയത്ത് ദുആ ചെയ്യ്. നിനക്ക് പറ്റുമെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും, നോമ്പ് തുറക്കുമ്പോൾ മട്ടൻ ബിരിയാണി അല്ലല്ലോ തിന്നണ്ടേ. എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാ അപ്പൊ നോമ്പ് തുറക്കണ്ടേ? കാരക്കയും പച്ചവെള്ളം. എന്തുകൊണ്ടാ നോമ്പ് തുറക്കണ്ടേ? എന്തുകൊണ്ടാ നോമ്പ് തുറക്കണ്ടേ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ട്, ഈത്തപ്പഴമില്ലെങ്കിൽ കാരക്ക കൊണ്ട്, കാരക്ക ഇല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് പറമനുഷ്യ, നമ്മള് പച്ചവെള്ളം കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ പള്ളിക്കകത്ത്? നിങ്ങൾ പറ, പച്ചവെള്ളം എത്ര പേരാ അതിനകത്തോക്ക്, പള്ളിക്കകത്തോക്ക് എത്ര പച്ചവെള്ളമുള്ള? ആരപ്പ ചായ, ജ്യൂസ്, ലാമിനത്ത ഇപ്പൊ എല്ലാം ആയതുകൊണ്ടല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ചിന്തിച്ചപ്പോ, ഞാൻ ഇന്ന് ഹദീസ് വായിച്ചപ്പോ ഞാൻ ചിന്തിച്ചല്ല, ആരപ്പ പച്ചവെള്ളം കുടിച്ച് നോമ്പുറക്ക? നാരങ്ങ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ജ്യൂസ് ആയിരിക്കും. ഇന്ന് മുതലെങ്കിൽ ഇത്തിരി വെള്ളം എടുത്തു കേട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കണം, പച്ചവെള്ളം കുടിക്കണം. വെറും വയറ്റിൽ പച്ചവെള്ളം കുടിച്ചാൽ 4 രോഗങ്ങൾ മാറുമെന്ന് യൂട്യൂബിൽ കാണാൻ ഡോക്ടർമാർ പറയുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെറും വയറ്റില് ചായ, വെറും വയറ്റില് എന്താ പറയാ, പലഹാരം, ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, മറ്റേ മുളക് കിടന്ന ബജി, ഇതൊക്കെയാ തിന്നണത്. അങ്ങോട്ട് വാരിയിട്ട് എന്താ അലിച്ചിക്ക? പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്ക്. ഈത്തപ്പഴവും പച്ചവെള്ളവും കൊണ്ട് നോമ്പ് പിടിക്ക്, നോമ്പ് തുറക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ തന്നെ നിന്റെ ജോലി തീർന്നു. എന്തെളുപ്പം! ഇത്ര സിമ്പിളായിരുന്നു ഉസ്താദ്. ഇന്ന് മുതൽ പടച്ചനെ പച്ചവെള്ളവും കാരയ്ക്ക് അത് മതി. അതുകൊണ്ടാ നോമ്പ് തുറക്കണ്ട. നീ അങ്ങനല്ല. നോമ്പ് തുറക്കണ സമയത്ത് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇതെടുക്കാം. കാരണം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിരിക്കുക, ഇങ്ങനെ വെച്ചിരിക്കുക. ഏതെടുക്കണോ ഇങ്ങനെ ടോസ് ഇടേണ്ട അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനല്ല നോമ്പ് തുറക്കുന്ന സമയം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, സഹോദരി, അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന സമയം 6:30 മുതൽ 6:36 വരെയുള്ള സമയം, 6 മിനിറ്റ്. ഞാനത് ഏറ്റവും ചുരുക്കി പറഞ്ഞതാ. നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, മുറിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, അള്ളാഹ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബറക്കബർ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ സമയം എപ്പോഴാ? അതെങ്ങനെ? ആമിനാത്ത പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അടുക്കളയിലാ, ബാങ്ക് വിളിച്ചാലും നിങ്ങൾ നോമ്പ് തുറക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന് നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ധൃതി കാണിക്കണേ, നോമ്പ് തുറക്കുന്നതിനെ പിന്തിപ്പിക്കരുതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്ത് ചെയ്യാൻ പാടില്ല? ബാങ്ക് വിളിച്ച അപ്പം മുറിച്ചോണം. ഇല്ല, 2 മിനിറ്റ് കൂടെ കഴിയട്ടെ, ജോലി തീരട്ടെ, പോകരുത്, ചെയ്യരുത്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നോമ്പ് മുറിക്കാൻ സമയമായ അപ്പം മുറിച്ചോണം, ധൃതി കാണിക്കണം, നീ ആ സമയം പിന്തിപ്പിക്കരുതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തെങ്കിലും അതുകൊണ്ടാ ബാങ്ക് വിളിക്കണം. മുഅദ്ദിൻ സാഹിബും ബാങ്ക് വിളിക്കാൻ പോകുമ്പോൾ മുസമ്മിലെ ഇത്തിരി വെള്ളവും കാരക്കയും കഴിച്ചിട്ട് വിളിച്ചാൽ മതി കേട്ടാ.
ബാങ്ക് വിളിക്കാൻ പോകുമ്പോഴും നോമ്പ് തുറന്നിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്നിട്ട് മുറിച്ചിട്ട് പോകരുത് അല്ല പറഞ്ഞേ, അവിടെ കൊണ്ട് വെക്കണം ഒരിത്തിരി വെള്ളം. അൽഹംദുലില്ലാ, ഒരു കാരക്ക വെള്ളം അല്ലാഹുമ്മ ലക സന്തു പറഞ്ഞിട്ട് പറഞ്ഞേക്കാം. എല്ലാതിൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കുന്നതിന് മുറിക്കുന്നതിന് പിന്തിപ്പിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് മുറിക്കുന്ന സമയം മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം ദുആയിക്ക് ഉത്തരമുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ സമയം എപ്പോഴാ? കാന അടിക്കുന്ന സമയം രാവിലെ, ഇടയത്താഴത്തിന്റെ സമയം രാവിലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-8 ബാങ്ക്. രാവിലെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കൂല, ഇടയത്താഴത്തിന്റെ സമയം. രാവിലെ ഇടയത്താഴത്തിന്റെ സമയം എഴുന്നേക്കണം. ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. പട്ടിണി നോമ്പ് പിടിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റുമോ? പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തെങ്കിലും കഴിച്ചിരിക്കണം രാവിലെ. ഇപ്പൊ എന്തായാലും 12 മണിക്കല്ലേ തിന്നതില്ലേ ഷാജിക്ക? 1 മണിക്കല്ലേ തിന്നത്. അപ്പൊ ഇനിയിപ്പോ രാവിലെ എന്താപ്പ കിടന്നങ്ങ് ഉറങ്ങാം, അത്ര തന്നെ. അങ്ങനല്ല, തടി കുറയ്ക്കാൻ നോക്കുന്നവർ ഇപ്പൊ രാവിലെ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാവിലത്തെ ഇടയത്താഴം അത് കഴിച്ചിരിക്കണം. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. കാരണം ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ട്. ചെയ്യാറുണ്ടോ? എന്തായാലും ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കും. എത്ര പേരാ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം? എന്തായാലും എഴുന്നേക്കത്തില്ലേ? ഇടയത്താഴം കഴിക്കാൻ എത്ര പേര് നിസ്കരിക്കും? അതെങ്ങനെ 3 മണിയാകുമ്പോ ആമിനകത്ത് ഇറങ്ങിയിട്ട് കരിക്കണ്ടേ, പൊരിക്കണ്ടേ, വറുക്കണ്ടേ, ചുടണ്ടേ, എന്തൊക്കെ ചെയ്യണം. അല്ലാഹ്, പണ്ടൊന്നുമില്ല. ഇപ്പൊ രാവിലെ മീൻ പൊരിക്കണം, ഇല്ലെങ്കിൽ ഭർത്താവ് കഴിക്കൂല. രാവിലെ മീൻ പൊരിച്ചത് വേണം, 2 ചപ്പാത്തിയും വേണ്ടി ചമ്മന്തി, ഒന്നും പറ്റത്തില്ല. വൈകുന്നേരം വരെ ഇരിക്കേണ്ടത്, അതുകൊണ്ട് എല്ലാം വേണം. അൽഹംദുലില്ലാ, നല്ല സുഭിക്ഷമായ ഭക്ഷണം. എന്നിട്ട് ആമിനകത്ത് തുടങ്ങുന്ന 4 മണി മുതൽ കാക്ക എഴുന്നേക്ക്, മോനെ എഴുന്നേക്ക്. അവസാനം കണ്ണൊക്കെ തുറന്ന് പല്ല് തേച്ചില്ലെങ്കിൽ ഇല്ല, വായും കഴുകാതെ ഓടി വന്നിരിക്കുക, തിന്ന, വീണ്ടും പോയിട്ട് ബാങ്ക് വിളിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. കാമത്ത് കൊടുക്കുമ്പോൾ വിളിച്ചാൽ മതി, കടന്നു. സുബഹിയില്ല, ഒന്നുമില്ല. എന്നാൽ എത്ര പേരാ അപ്പൊ ദുആ ചെയ്യുക? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭക്ഷണവും കഴിച്ചിട്ട് സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, ഒന്ന് ദുആ ചെയ്യ്. 2 റക്അത്ത് നിസ്കരിക്ക്, 2 റക്അത്ത് നിസ്കരിക്ക്. ആ സമയത്ത് ദുആ ചെയ്യ്. ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ആമീൻ പറയണേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. ഏതു മലക്കെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശ് ചുറ്റുന്ന മലക്കുകള്, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകള്. ആ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, മലക്കുകളെ, ഇനി മുതൽ 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ സ്തുതിക്കുകയോ ഒന്നും വേണ്ട. ഇനി 30 ദിവസം നിങ്ങൾക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. 30 ദിവസം നിങ്ങൾക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എന്താണ് ജോലി എന്നറിയുമോ? നോമ്പുകാരൻ ദുആ ചെയ്താൽ നിങ്ങൾ പറയണം ആമീൻ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് നിങ്ങൾ ആമീൻ പറയണം. ഇനി മുതൽ നിങ്ങളുടെ ജോലി അതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പെങ്ങളെ, നീ ദുആ ചെയ്യുമ്പോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, പെണ്ണ്, ഈ പെണ്ണിന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് നിനക്ക് ആമീൻ പറയാൻ കോടാനുകോടി മലക്കുകളുണ്ട്. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? നിന്റെ രോഗം മാറണ്ട്, നിന്റെ വേദന മാറണ്ട്, നിനക്ക് മനസ്സമാധാനം വേണ്ട, സ്വന്തമായിട്ടൊരു വീട് വേണ്ട, നിന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിയുള്ളവനാകണ്ട്, നിന്റെ കടം മാറണ്ട്, നിന്റെ മക്കള് നന്നാകണ്ട്, ഈമാൻ
ഈമാനുള്ള മരണം വേണ്ടേ? സ്വർഗം വേണ്ടേ പെങ്ങള്? നരകമോചനം വേണ്ടേ മോളെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ ദുആ ചെയ്യ്, ആമീൻ പറയാം മലക്കുകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവരെ റമളാൻ മാസമാണ്, കളിക്കരുത്, തമാശ കാണിക്കരുത്, ഈ മാസത്തെ നീ നിന്ദിക്കരുത്, ഈ മാസത്തെ നീ ആദരിക്കണം, ഈ മാസത്തെ ബഹുമാനിക്കണം. പടച്ചവനെ ആ മുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന കാലമാ. റമളാൻ മാസത്തില് മുസ്ലിമീങ്ങൾ ആദരിക്കാറില്ല, ബഹുമാനിക്കാറില്ല. പായിപ്പാട് ടൗണിൽ നോക്കിയ മുണ്ടും മടക്കി കുത്തി ഭരിച്ചോണ്ടിരിക്കും, പേര് അബൂബക്കർ എന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചോദിക്കേ, എന്നാ മറ്റുള്ള മതസ്ഥർ നോമ്പ് പിടിക്കും റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കണം എത്രയോ ഉണ്ട് അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ തന്നെ ചോദിക്കും, കടയിൽ പോയിട്ട് ഒരു നാരങ്ങ വെള്ളം, എടാ റമളാൻ മാസമാടാ. അവന് ബോധമുണ്ട് കൊടുക്കുന്നവൻ, ഇവന് ബോധമില്ല കുടിക്കുന്നവന്. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കണ കാക്കാമാരില്ലേ, കത്താമാരില്ലേ? സ്വന്തം മക്കൾക്ക് റമളാൻ മാസമായിട്ട് ആരോഗ്യമുണ്ടായിട്ടും ഭക്ഷണം കൊടുക്കണ ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. നോമ്പ് പിടിക്കാത്ത നിന്റെ ഭർത്താവിന് കൊടുക്കണ്ട. ചിന്തിക്ക് എത്ര വലിയ തെറ്റാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുണ്ടായിട്ട് നോമ്പ് പിടിക്കാൻ, അള്ളാഹു നോമ്പ് പിടിക്കാനില്ല എന്ന് ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങളല്ലാതെ നോമ്പ് പിടിക്കാതെ നടക്കുന്നവരുണ്ട്. റമളാൻ മാസത്തിൽ നോമ്പ് ഉപേക്ഷിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ നോമ്പിന്റെ പ്രതിഫലം എങ്ങാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. എടാ, റമളാനിലെ ഒരു നോമ്പ് പോയി, ഒരു നോമ്പ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, നമ്മുടെ പോരായ്മകൾ കൊണ്ട് ഒരു നോമ്പ് മുറിഞ്ഞുപോയി, ഒരു കൊല്ലം നീ പിടിച്ചാലും അതിന് പകരമാകൂല. ഒരു നോമ്പിന് പകരം ഒരു വർഷക്കാലം മുഴുവനും നീ നോമ്പ് പിടിച്ചാലും ആ നോമ്പിന് പകരമാകില്ല എന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിന്റെ പ്രതിഫലം അതിന് മാത്രമേ ഉള്ളൂ, ആ ദിവസത്തിന്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും നോക്കിക്കോ, പള്ളി കെട്ടിക്കൊടുത്താ പ്രതിഫലമുണ്ട്, സ്വർഗം അല്ലേ? ഓരോന്നിനും അള്ളാഹു പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നോമ്പുകാരന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നോമ്പുകാരന് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു ആലം. അത് അള്ളാഹ്ക്ക് അറിയൂ, അത് അള്ളാഹുടെ കയ്യിലാ. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന പ്രതിഫലമുണ്ട്. പക്ഷെ നോമ്പിന്റെ പ്രതിഫലം, നോമ്പ് പിടിക്കുന്നത് എനിക്ക് വേണ്ടിയാ. അള്ളാഹ് പറയാ, നോമ്പ് പിടിക്കുന്നത് എനിക്ക് വേണ്ടിയാ, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനനാ അന നായിമുൻ അതാനി റജുലാൻ ഫഅഖദ ബളഅഹു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത കുത്തനെ നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുമ്പോ രണ്ട് മലക്കുകൾ കടന്നു വന്നു. ഉറങ്ങുന്ന പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. പടച്ചവനെ, കുത്തനെ നിൽക്കുന്ന കേറാൻ പ്രയാസമുള്ള ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നു, നബിയെ, മുകളിലേക്ക് കയറി നബിയെ. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് കയറാൻ സാധിക്കുകയില്ല. കാരണം കുത്തനെയാണ് ഈ പർവ്വതം നിൽക്കുന്നത്, എനിക്ക് കയറാൻ പ്രയാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ മലക്കുകൾ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹായിക്കുകയാ. അവര് പറഞ്ഞു, കേറാ, ഞങ്ങള് സഹായിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഉച്ചത്തിൽ ഒരു അട്ടഹാസം കേൾക്കുകയാണ്, ഒരു നിലവിളി കേൾക്കുകയാണ്, ഒരു വല്ലാത്ത വിലാപം കേൾക്കുകയാണ്. ആരോ കടന്ന് വിളിച്ചു പോവുകയാണ്. അതാ അവിടെ ചോദിക്കുന്നു, ആരാ, എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത്?
വിളിക്കുന്നത്. അവര് പറഞ്ഞു നരകവാസികളുടെ വിലാപമാണ്, അത് നരകത്തിൽ കിടക്കുന്നവർ വിളിക്കുന്നതാണ്. പ്രവാചകനോട് അവര് പറയുകയാ. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനമാ മലക്കുകൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, പർവ്വതത്തിന്റെ മുകളിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ കാണുകയാ, ഒരു വിഭാഗം ജനങ്ങളെ കാണുകയാ. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ കുതിങ്കാലിലെ ഞരമ്പുണ്ടല്ലോ, നമ്മുടെ കാലിന്റെ പുറക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിന് എന്തെങ്കിലും പറ്റിയാ പിന്നെ നടക്കാൻ കഴിയില്ലല്ലോ. കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പ്, ആ നരമ്പ് പടച്ചവനെ, ആ നരമ്പതാ പടച്ചവനെ ഇങ്ങനെ വലിക്കുകയാണ്. ആ കുതിങ്കാലിലെ ഞരമ്പുകളിൽ പടച്ചവനെ ഒരു വിഭാഗത്തെ ഇങ്ങനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാ. റസൂലുള്ളാഹി പറയുകയാ, ഈ കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പില് അല്ലാഹുവേ അതിങ്ങനെ വലിച്ചിട്ട് ചില ആൾക്കാരെ ഇങ്ങനെ വളച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. അവരുടെ വായിക്കകത്തുകൂടെ, അവരുടെ വായിക്കകത്തുകൂടെ, അവരുടെ കവിളുകളിലൂടെ രക്തമിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. അവരവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഒന്ന് സുജൂദ് ചെയ്യാൻ മടിയല്ലേ പടച്ചവനെ? മുട്ടുവളയാതെ കാലിന്റെ വിരലിൽ തൊടാൻ പോലും നിനക്ക് പ്രയാസമല്ലേ? എങ്കിലും റസൂലുള്ളാഹി നോക്കുമ്പോ തലകീഴായി പടച്ചവനെ അമ്പ് വളച്ച് കെട്ടിയിരിക്കുന്നത് പോലെ അവന്റെ നാക്കിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അവന്റെ മടമ്പങ്കാലിന്റെ നരമ്പിൽ ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. അവന്റെ വായിലൂടെ രക്തമിങ്ങനെ ഒഴുകുകയാ. വല്ലാത്ത അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാ, ആരാ ഇവരാരാ? ആരാണെന്ന് ചോദിക്കുമ്പോ ഖുൽതു മൻ ഹൗലാ, ഇവരാരാണ് മലക്കുകളെ? ഇവരെന്തോ പാപം ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇത്രയും വലിയ ശിക്ഷ കൊടുത്തതെന്ന് മുത്തുനബി ചോദിക്കുമ്പോ ഖാലൂ ഹൗലാഇല്ലദീന യുഫ്തിറൂന ഖബല തഹില്ലത്തി സൗമിഹിം, അവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറന്നവരാ. പരിശുദ്ധമായ റമദാൻ മാസത്തില് എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രായമുള്ളവരുണ്ടല്ലോ, രോഗികളുണ്ടല്ലോ, അല്ലാഹുവേ കൊച്ചുകുട്ടികളുണ്ടല്ലോ, ഗർഭിണികളുണ്ടല്ലോ. പടച്ചവനെ, എന്തിനാ മുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ. എല്ലാവരും റമദാനിനെ ആദരിക്കുന്നു, എല്ലാവരും റമദാനിനെ ബഹുമാനിക്കുന്നു. പക്ഷേ എന്നിട്ട് ആരോഗ്യമുണ്ടായിട്ടും പ്രായമുണ്ട് പടച്ചവനെ, ചെറുപ്രായമാണ്, ആരോഗ്യമുണ്ട്, എന്നിട്ടും കാരണമില്ലാതെ നോമ്പ് പിടിക്കാതെ നടക്കുന്ന മനുഷ്യ, നിനക്കല്ല തരുന്ന ശിക്ഷയാ, നിനക്കല്ല തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് പെങ്ങള്, ചെറിയ ഒരു രോഗത്തിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസത്തിന്റെ പേരിൽ നോമ്പ് മുടക്കല്ലേ, നോമ്പ് മുടക്കല്ലേ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, കൊച്ചുകുട്ടികളെ കൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കാൻ പരിശീലിപ്പിക്ക്. വീട്ടിൽ 10 വയസ്സുള്ള മക്കളുണ്ടല്ലോ, ചെറിയ മക്കളെ കൊണ്ടുപോലും നോമ്പ് പിടിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രോഗം പിടിച്ചവർ വരെ നോമ്പ് പിടിക്കും. എത്രയോ രോഗം അള്ളാഹുവേ പടച്ചവനെ, വയ്യാതെ കിടക്കുന്നവർ പോലും നോമ്പ് പിടിക്കാറുണ്ട്, ഗർഭിണികൾ പിടിക്കാറുണ്ട്, പാല് കൊടുക്കുന്ന കുട്ടികളുള്ള ഉമ്മമാര് പിടിക്കാറുണ്ട്. 6ഉം 7ഉം വയസ്സുള്ള മക്കൾ വാശിയ, ഉമ്മ എനിക്കും നോമ്പ് പിടിക്കണം, ഉമ്മ എനിക്കും നോമ്പ് പിടിക്കണം. ഉമ്മ പറയും, വേണ്ട മക്കളെ, തളർന്നു വീഴും. ഇല്ലുമ്മ എനിക്ക് പിടിക്കണമെന്ന് വാശി വെച്ചിട്ട് പിടിക്കുന്ന മക്കൾ. എൻ്റെ മോൻ സിനാന് 6.5 വയസ്സായി, അവൻ ഒരു നോമ്പ് പിടിച്ചു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കും, മുറിക്കാറായില്ലേ എന്ന്. മുറിക്കാറായില്ലേ? കാരണം വല്ലാത്ത ദാഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം നോമ്പ് പിടിക്കാൻ. ഇപ്പൊ 10 വയസ്സാരുമില്ല, 12 വയസ്സാരില്ല, 15 വയസ്സായില്ല, നോമ്പ് പിടിക്കാത്തവർ നമ്മുടെ വീട്ടിലുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ.
അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസം ഇത് കളിയും തമാശയുമായി തള്ളിക്കളയേണ്ട മാസമല്ല. ഇത് അള്ളാഹു ആദരിച്ച മാസമാ. ഈ മാസത്തിൽ കളിക്കുന്നത് തീക്കട്ടയിൽ കൈവെക്കുന്നത് പോലെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹു 10 ദിവസങ്ങൾ തന്നിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടാൻ. അള്ളാഹു 10 ദിവസം തന്നത് അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമി. എന്ത് ചോദിക്കാനാ? സ്വർഗം ചോദിക്കാനാ? അല്ല. നരകമോചനം ചോദിക്കാനോ? അല്ല. അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഈ 10 ദിവസം നീ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാഹ് നിന്റെ കരുണ ഞങ്ങൾക്ക് വേണം, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വേണം എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിൻ്റെ കരുണ നേടിയെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 ദിവസത്തിൽ 5-ാമത്തെ ദിവസം ഇന്ന് തീരുകയാ. അപ്പോ നീ ചിന്തിക്ക്, നിനക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട സമയം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണ കിട്ടാനുള്ള ഒറ്റ എളുപ്പ വഴി പറയാം. നമുക്കൊരു ഷോർട്ട് വഴി കൂടെ കയറിപ്പോകാം. അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനുള്ള 2 എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. ആ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കരുണ നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റമളാനിന്റെ 1-ാമത്തെ രാത്രിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. ആരോ വിളക്കുകളൊക്കെ കത്തിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവേ, അലിയാര് തങ്ങളെ ചിന്തിക്കുന്നു, ആരാ പടച്ചവന് ഈ പള്ളിക്കകത്ത് വന്നിരുന്ന് ഖുർആൻ ഓതുന്നതാരാ? അലിയാര് തങ്ങളെ ചെന്ന് നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളാണിരുന്ന് പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്നത്. അലിയാര് തങ്ങൾ പറയുകയാണ്, നൂറല്ലാഹു ലക യാ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക കമാ നൂറത്തിൽ മസാജിദ ബിൽ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയെ പ്രകാശിപ്പിച്ച ഉമറേ, നിന്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. അലിയാരി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തെന്ന് പറയുമ്പോ ഖുർആൻ ഇറങ്ങിയ മാസം, അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസം, ഒരുപാട് പാരായണം ചെയ്യേണ്ട മാസം, ഈ റമളാനിന്റെ 5 ദിവസമായല്ലോ. എത്ര പേരാണ് ഖുർആനിലെ ഒരു ജുസ് ഓതിയത്? ഒന്ന് കൈവക്കിക്കേ. ഈ 5 ദിവസത്തിന്റെ ഇടയിൽ ഖുർആനിലെ ഒരു ജുസ് ഓതിയവർ കൈവക്കിക്കേ. ബാക്കി പെണ്ണുങ്ങൾക്കൊന്നും സമയമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ജുസ് ഓതിയ ആണുങ്ങളൊന്ന് കൈവക്കിക്കേ. 5 ദിവസം കൊണ്ട് ഒരു ജുസു എത്ര പെട്ടെന്ന് തിന്നിട്ടുണ്ടാവും? 5 ദിവസം കൊണ്ട് ഒരു ജുസു ഓതാ എത്ര മിനിറ്റ് വേണമെന്നറിയാം? മുസമ്മിലെ എത്ര സമയം വേണം ഹാഫിളായ ഒരാൾക്ക്? ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ് മതി. ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാൾക്ക് 15 മിനിറ്റ് മതി. സൂറത്തിൽ അവസാനത്തെ 30-ാമത്തെ ജുസു ആണെങ്കിൽ അതും വേണ്ട, 30-ാമത്തെ ജുസു ആണെങ്കിൽ അതും വേണ്ട. വല്ല 1-ാമത്തെ ജുസു ഒക്കെ ആണെങ്കിൽ പറയാം ഒരു 20 മിനിറ്റ് വേണം. മാക്സിമം കൂടിപ്പോയാൽ ഒരു 15-20 മിനിറ്റ്. ഇനി മലയാള പത്രം വായിക്കുന്നത് പോലെ തപ്പണ ആളാണെങ്കിൽ അരമണിക്കൂർ. കണ്ണിന് കാഴ്ചയില്ലാതെ ഇങ്ങനെ തപ്പിപ്പറക്കി ഓതുന്ന ഒരാൾക്ക് ഒരു ജുസു ഓതാൻ അരമണിക്കൂർ വേണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ 5 ദിവസമായിട്ട് 4.5 ദിവസമായി നമുക്ക് ഒരു ജുസു ഓതാൻ സമയമില്ല. നമ്മൾ ആ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കണത്. നിനക്ക് വേണ്ടി അള്ളാഹ് തുറന്നിട്ടിരിക്കുന്നത്. ബോസിന് കയറിപ്പൊക്കോ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ നിനക്ക് അള്ളാഹുടെ കരുണ വേണം. നീ പിന്നെ എന്തിനാ നിന്റെ വീടിന്റെ തലമാരിക്കകത്ത് ഈ ഖുർആൻ കൊണ്ട് വെച്ചിരിക്കുന്നത്? എന്തിനാ വെച്ചിരിക്കണേ? നീ എന്തേ നിന്റെ വീട് നേരെയാകാത്തെന്നറിയോ? നിനക്ക് സന്തോഷവും സമാധാനവും അല്ലാഹു തരാത്തതിന്റെ കാരണം നാട്ടുകാർ ശപിക്കുന്നത് കൊണ്ടല്ല. നിന്റെ വീടിനകത്തിരിക്കുന്ന ഖുർആനിന്റെ ശാപവാപങ്ങളെ നിന്റെ വീട്ടിൽ സമാധാനം കിട്ടാത്തത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊടിയെങ്കിലും തുടച്ചോ റമദാനായിട്ട്.
അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ചട്ടയിലിരിക്കുന്ന പൊടിയെങ്കിലും നീ തുടച്ചോ. ഒന്ന് തുറന്നിട്ടുണ്ടോ? ഖുർആൻ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് നല്ലതാ, പക്ഷെ ആ ഖുർആൻ തുറന്നില്ലെങ്കിൽ അത് നിന്നെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ശാപം. അതുകൊണ്ടാ പറയുന്ന ആവശ്യമുള്ളത് വെച്ചാൽ മതി. ഗൾഫിൽ സൗദിയിൽ പോയപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടി, കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക ക്ലാസ് ഇട്ടിട്ട്. എന്തിന്? എന്ത് നേട്ടം? ഒരു നേട്ടവുമില്ല. നിനക്ക് എന്തെങ്കിലും നേട്ടം വേണമെങ്കിൽ ഓരോ ദിവസവും അതിങ്ങനെ എടുത്ത് ഓരോന്നൊന്ന് തുറന്നിട്ടൊരു ഫാത്തിഹ ഓത്, ഒരു സൂറത്ത് ഓത്. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പടച്ച റബ്ബിന്റെ കരുണ കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൂ. അറിയില്ലെന്ന് പറയുന്ന ഉമ്മ, ഖുർആൻ എനിക്ക് ഓതാൻ അറിയില്ല ഉസ്താദ്, ഞാൻ മദ്രസയിൽ പോയി പഠിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു നിന്റെ കണ്ണിന് കാഴ്ച തന്നില്ലേ ഉമ്മ, ഒന്ന് നോക്കാമല്ലോ, അതിന് കഷ്ടപ്പാടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, സഹാബാ, 3 കാര്യങ്ങളിൽ നിങ്ങൾ നോക്ക്, 3 കാര്യങ്ങളിൽ നിങ്ങൾ നോക്ക്. ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോക്കുന്നത് തന്നെ ഇബാദത്ത്, നോക്കുന്നത് തന്നെ ഇബാദത്ത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ, റമദാൻ മാസത്തിൽ ഇറങ്ങിയ ഖുർആൻ ഉണ്ടല്ലോ, മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് 114 അധ്യായങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കാണാതെ പഠിച്ച ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനൊന്ന് തുറന്നിട്ട് അതിലൊന്ന് കണ്ണുകൊണ്ട് നോക്കിയാ നിനക്ക് ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, ഈമാനുള്ള മരണം വേണമെന്ന് കൊതിക്കുന്ന നിനക്കതിന് കഴിയുമോ? എന്തിനാ ഭയപ്പെടുന്നത്? റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഖുർആനിനെ സ്നേഹിച്ച, ഖുർആൻ പാരായണം ചെയ്ത, ഒരിക്കലും ഖുർആൻ നിന്നെ കൈവിടൂല. നിന്റെ ഭർത്താവ് കൈവിട്ടാലും, നിന്റെ മക്കള് കൈവിട്ടാലും, നിങ്ങളുടെ കൂടപ്പിറപ്പ് കൈവിട്ടാലും, ഉപ്പാ നിന്റെ മാതാപിതാക്കള് കൈവിട്ടാലും, ഏറ്റവും വലിയ കൂട്ടുകാരൻ നിന്നെ കൈയൊഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ മറക്കൂല, അല്ലാഹുവിന്റെ ഖുർആൻ കൈവിടൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഖിയാമത്ത് നാളില് മഹ്ശർ എന്ന് പറയുന്ന കോടതിയിലേക്ക് നീ എഴുന്നേറ്റ് വരുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കാണും പെങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ. നിന്റെ ഭർത്താവോ, നിന്റെ മക്കളോ, നിന്റെ കൂടപ്പിറപ്പോ, നിന്റെ കുടുംബം നീ ഓതിയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മറക്കാതെ ഓർമ്മയോട് നിന്റെ ഖബറിന്റെ ചാരത്ത് വരികയാ. എന്തിനെന്നറിയുവോ? നിനക്ക് സ്വർഗം വാങ്ങിത്തരാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് റമദാൻ മാസമാണ്, ഖുർആൻ ഓതണ്ട മാസമാ. അതുകൊണ്ട് മത്സരിക്ക്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓത്. ഇക്കാ ഒരു ജുസ് നിങ്ങൾ ഓത്, ഒന്ന് ഞാൻ ഓതാം. മക്കളെ എല്ലാവരെയും വിളിച്ചിരുത്ത്.